اللهم بارك على محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين. اللهم رب هذه الدعوة والصلاة آت محمد الوسيلة والفضيلة وصحبه وسلم. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. إن المتقين في جنات وعيون ادخلوها بسلام آمنين. പ്രേം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവിടെ നമ്മൾ സ്വർഗത്തിലുള്ള ആളുകൾ സഹോദരന്മാരായിരിക്കും. പരസ്പരം വിദ്വേഷമോ അസൂയയോ അറിയാത്ത പ്രശ്നമോ ഒന്നും അവിടെ ഉണ്ടാവുകയില്ല. അവിടെ എല്ലാവരും സഹോദരങ്ങളെപ്പോലെ വർത്തിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ. തീർച്ചയായും സൂക്ഷ്മത പാലിച്ചിരിക്കുന്ന സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിൽ അതിൽ തോട്ടങ്ങളും അരുവികളിലുമൊക്കെ ആയിരിക്കും അവരുണ്ടാവുക. ദുഖുലുഹാ ബിസ്സലാമിൻ ആമിനീൻ. നിർഭയരായി ശാന്തിയോടുകൂടിയിട്ട് അവർ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഇല്ലിൻ ഇഖ്വാന അലാ സുറുരിൻ മുതഖാബിലീൻ. ആ സ്വർഗത്തിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷമൊന്നും ഉണ്ടാവില്ല. എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ആ ഒരു വിദ്വേഷത്തെ മുഴുവനും അള്ളാഹു എടുത്തു കളയും. അവിടെ അവർ ഇഖ്വാനുകളായിരിക്കും, സഹോദരന്മാരായിരിക്കും. അലാ സുറുരിൻ മുതഖാബിലീൻ. അവർ പരസ്പരം അഭിമുഖമായി സോഫയിൽ ഇരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും സ്വർഗത്തിൽ ഉണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ സ്വർഗത്തിൽ ഇതുപോലെ സഹോദരങ്ങളായി ഒരുമിച്ചിരിക്കണമെന്നുണ്ട് എങ്കിൽ, അതിനുള്ള യോഗ്യത നമ്മൾ നേടിയെടുക്കണമെന്നുണ്ട് എങ്കിൽ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിൽ സഹോദരങ്ങളായി ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. എല്ലാവർക്കും അറിയുന്ന പദമാണത്. വിശ്വാസികൾ എന്ന് പറയുന്നത് സഹോദരന്മാരാണ്. ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും. നിങ്ങൾക്കിടയിൽ, സഹോദരന്മാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്തു വേണം? അതിന് പരിഹാരം നിങ്ങൾ ഉണ്ടാക്കണം. വത്തഖുല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ. അങ്ങനെയാണെങ്കിൽ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളിൽ ഉണ്ടായേക്കാം. അള്ളാഹുവിൻ്റെ കാരുണ്യം എന്ന് പറയുന്നതിൽ അതിൻ്റെ ഏറ്റവും വലിയ രൂപമാണ് നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പറയുന്നത്.
ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ഉതകുന്ന രൂപത്തിലുള്ള കാരുണ്യം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അള്ളാഹു പറഞ്ഞു വെച്ചത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികളെ നിങ്ങൾ സഹോദരന്മാരാണ്. അതുകൊണ്ട് ഫഅസ്ലിഹൂ ബൈന അഖ്വൈക്കും, നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. എന്തെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകൾ ഉണ്ടാകും, പിണക്കങ്ങൾ ഉണ്ടാകും. നിങ്ങൾ എന്ത് വേണമെന്നറിയുമോ? അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കണമെങ്കിൽ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ രൂപമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫഅസ്ലിഹൂ ബൈന അഖ്വൈക്കും, സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ ആ പിണക്കത്തെ നന്നാക്കി തീർക്കണം. വലിയ ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം തന്നെ സ്വർഗമാണ് എങ്കിൽ ആ സ്വർഗം കിട്ടുവാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസികൾക്കിടയിലുള്ള ആ സാഹോദര്യത്തെ നിലനിർത്തുക എന്നുള്ളത്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രക്തബന്ധങ്ങളെ പോലും പരിഗണിക്കാതിരിക്കുന്നവർ, പൊങ്ങച്ചം കാണിക്കാനും തൻപോരിമ കാണിക്കുവാനും താൻ പിടിച്ച മുയലിന് 3 കൊമ്പാണ് എന്ന് ഉറപ്പിച്ചു പറയുന്നവർ നമ്മുടെ സമൂഹത്തിൽ അധികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ സ്വയം ചോദിക്കേണ്ട ചോദ്യം, ഈ ദുനിയാവിൽ എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഞാനിവിടെ പൊങ്ങച്ചം നടിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടവനാണോ? അതല്ല, നാളെ എനിക്ക് സ്വർഗമാണ് എനിക്ക് വേണ്ടതെങ്കിൽ, പരലോകത്തിന് അള്ളാഹുവിന്റെ കാരുണ്യമാണ് എൻ്റെ മേൽ ചൊരിയേണ്ടതെങ്കിൽ വേണ്ടത് നമ്മൾ ഇഖ്വാനുകളായിക്കൊണ്ട്, സഹോദരങ്ങളായിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തന്നല്ലോ നമ്മളോട്, അൽ മുസ്ലിം അഖുൽ മുസ്ലിം. രക്തബന്ധം മാത്രമല്ലല്ലോ, രക്തബന്ധമല്ല ഇവിടെയുള്ള സഹോദരൻ എന്നുള്ള സൂചിപ്പിച്ചതിന്റെ ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നവനാണ്, ഷഹാദത്തിന്റെ കലിമ ചൊല്ലിയവനാണ്, അള്ളാഹുവിനെ ആരാധിക്കുന്നവനാണ്, അവന്റെ മുമ്പിൽ സുജൂദുകൾ അർപ്പിക്കുന്നവനാണ്. ഇവിടെ സഹോദരൻ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ആ ഇഖ്വാനുകൾ നമ്മൾ എന്ത് വേണം? അൽ മുസ്ലിം അഖുൽ മുസ്ലിം. വിശദീകരിക്കുന്ന ഹദീസുകൾ ഒരുപാട് കാണാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ നമ്മോട് പറയുന്നുണ്ട്, മസൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം, പരസ്പര സ്നേഹത്തിലും കാരുണ്യത്തിലും മനകമ്പയിലും വിശ്വാസികളുടെ ഉപമ എന്ന് പറയുന്നത് മസലുൽ ജസദ്, ഒരു ശരീരം പോലെയാണ്. ശരീരത്തിന് എങ്ങനെയാണത്? ഇദസ്തഷ്കാ മിൻഹു ഉളുവുൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. ശരീരത്തിന്റെ എവിടെയെങ്കിലും ഒരു പ്രയാസമുണ്ട് എങ്കിൽ, എവിടെയെങ്കിലും ഒരു മുറി പറ്റിയാൽ നമ്മുടെ ശരീരം മുഴുവനും അതിന്റെ ഭാഗമായി കൊണ്ട് പനി നമ്മൾക്ക് ബാധിക്കും. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലെയും അത് ബാധിക്കും. അതേപോലെ ഒരു വിശ്വാസിയുടെ പ്രശ്നം എല്ലാ വിശ്വാസികളുടെയും പ്രശ്നമായി മാറണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരത്തെക്കുറിച്ച് കൂടുതൽ വാചാലമായി ഒന്നും പറയേണ്ടതില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം പ്രവാചകനും സ്വഹാബത്തും അവർ ജീവിച്ചു കാണിച്ചു തന്നു എങ്ങനെയായിരിക്കണം മുസ്ലിങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് എന്ന്. എങ്ങനെയാണ് മുസ്ലിങ്ങൾ തമ്മിലുള്ള നിലപാടുകളെന്ന് പഠിപ്പിച്ചു തന്നു നമുക്കറിയാം. മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ വരുന്ന സന്ദർഭമുണ്ട്. ഒന്നുമില്ലാതെ, കൈകളിൽ ഒന്നുമില്ലാതെ മദീനയിലേക്ക് കടന്നു വരുന്ന സഹോദരങ്ങളെ പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം അവർ സ്വീകരിക്കുകയാണ്. തങ്ങളുടെ സഹോദരങ്ങളെ അവർ സ്വീകരിക്കുന്നു. അവിടെ അവരുടെ തദ്ദേശീയതയോ അവരുടെ കുടുംബമോ തറവാടോ ഒന്നും അവിടെ പരിഗണിച്ചിട്ടില്ല. അവന്റെ നിറമോ അവന്റെ ഭാഷയോ ഒന്നും പരിഗണിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, മുസ്ലിങ്ങളാണ് അവർ. അതുകൊണ്ട് തന്നെ അവരുടെ മുഴുവൻ സമ്പത്തിനെയും അവർ പകുത്തു നൽകി. നമുക്ക് അതിന്റെ കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ബുഖാരിയുടെ ഹദീസിൽ നമ്മളോട് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും മദീനയിലേക്ക് ഹിജറ ചെന്നപ്പോൾ അവിടെ മദീനയിലുള്ള ഓരോ ആളുകൾക്ക് മക്കയിൽ നിന്നും മുഹാജിറായി വന്ന ഒരാളെ സഹോദരനായി നിശ്ചയിച്ചു കൊടുത്തു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന സ്വഹാബിക്ക് അദ്ദേഹത്തിന് സഹോദരനായി മദീനയിലെ സഹോദരനായി കൊണ്ട് നിശ്ചയിച്ചു കൊടുക്കുന്നത് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. അദ്ദേഹം അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നി അക്സറുൽ അൻസാരി മാലം, അൻസാറുകളിൽ നല്ല ധനമുള്ള മനുഷ്യനാണ് ഞാൻ, അൻസാറുകളുടെ കൂട്ടത്തിലെ ധനാഢ്യനാണ് ഞാൻ. അതുകൊണ്ട് ഫൗഖ്സിമു മാലി നിസ്ഫൈൻ, എൻ്റെ സമ്പത്തിന് ഞാൻ പകുതിയാക്കി ഞാൻ നിങ്ങൾക്ക് തരാം. അതേപോലെ തന്നെ വലി ഇംറാത്താനി, എനിക്ക് 2 ഭാര്യമാരുണ്ട്. ഇംറാത്താനി ഫൻദുർ അഅജബഹുമാ ഇലൈക ഫസമ്മഹാ ലി ഉതല്ലിഖഹാ,
ആ ഭാര്യമാരിൽ നിനക്ക് ആരെയാണോ ഇഷ്ടമുള്ളത് എന്ന് നീ പറയുന്നത് അവരുടെ പേര് നീ എന്നോട് പറയുക, അവരെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം. ഇദ്ദയുടെ കാലശേഷം അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് അവർ വിവാഹം ചെയ്യാൻ വേണ്ടി പറയുന്ന രംഗം നമുക്ക് കാണാൻ സാധ്യമാകും. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് രണ്ടും നിരസിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബാക്കി വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് അവരുടെ ആ ഒരു മനസ്സാണ്. തങ്ങളുടെ സഹോദരന്മാരാണ്. അവർ തമ്മിലുള്ള ബന്ധം എന്താണ്? അവർ തമ്മിലൊരു ബന്ധമെന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഒരുമിച്ച് നിൽക്കുന്നവരാണ്, തൗഹീദുള്ളവരാണ് അവർ, അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ് അവർ, ഒരേ ആദർശത്തിൽ നിലകൊള്ളുന്നു എന്നതിന്റെ പേരിൽ അത് ഏറ്റവും തൻ്റെ ജീവിതത്തെ പകുത്തു നൽകുവാൻ തയ്യാറായി എന്നുള്ളതാണ്. അവിടെയും അവസാനിക്കുന്നില്ല. നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കാണാൻ സാധിക്കും. സ്വന്തം സഹോദരനേക്കാൾ വിശ്വാസിയായ ആൾക്ക് പ്രാമുഖ്യം നൽകി നമുക്ക് കാണാൻ പറ്റും. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ ബദർ യുദ്ധം നടക്കുമ്പോൾ ശത്രുക്കളുടെ പക്ഷത്താണ്. അബ്ദുറഹ്മാൻ പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം പറയുന്നുണ്ട് വാപ്പാനോട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ബദർ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾ കാണാതിരിക്കുവാൻ വേണ്ടിയിട്ട് മാറി നടക്കുകയായിരുന്നു എന്ന് വാപ്പാനോട് പറയുന്നുണ്ട്. അപ്പോൾ അബൂബക്കർ തന്നെ പറയുന്നുണ്ട്, നീ എങ്ങാനും എൻ്റെ മുമ്പിൽ വന്നുപെട്ടിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയുമായിരുന്നു. കാരണം നിന്നേക്കാൾ എനിക്ക് പ്രാമുഖ്യമുള്ളത്, നിന്നേക്കാൾ എനിക്ക് പ്രാധാന്യമുള്ളത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, എൻ്റെ ദീനാണ് എനിക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് പറയുന്ന മറുപടിയും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ബദറിന്റെ യുദ്ധഭൂമിയിൽ പിടിക്കപ്പെട്ട അസീസ് ബിൻ ഉമൈർ അദ്ദേഹം മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരനാണ്. അദ്ദേഹത്തിനെ ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ടു. അദ്ദേഹത്തിനെ ഒരു അൻസാരിയായ സ്വഹാബി അദ്ദേഹത്തിനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരനായ മിസ്അബ് പറയുന്നുണ്ട്, ആ മനുഷ്യൻ ശുദ്ധ യദക ബിഹി ഫൈന ഉമ്മുഹു ദാതു മതാ, അവൻ നന്നായി ബന്ധിക്കണം, അവന് ഉമ്മാന്റെ അടുക്കൽ ഒരുപാട് സമ്പത്തുണ്ട്, അവനെ മോചിപ്പിക്കുവാനുള്ള സമ്പത്തൊക്കെ ഉള്ള ആളാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ സഹോദരനാണത്. സഹോദരൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയാണോ പറയേണ്ടത്? അദ്ദേഹം മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹു കൊടുക്കുന്ന മറുപടി, ഇന്നഹു അഖീ ദൂനകം, എൻ്റെ വിശ്വാസിയായ എൻ്റെ സഹോദരനാണ്, ഇവൻ നിന്നേക്കാൾ എനിക്ക് പ്രാധാന്യമുള്ളത് എന്ന് പറയുന്ന വാചകം നമുക്കവിടെ കാണാൻ സാധ്യമാകുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസത്തിൽ ആദർശ ബന്ധത്തിലുള്ള സഹോദര്യം എന്ന് പറയുന്നതിന് ഇസ്ലാം വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു, അവർ പരസ്പരം തെറ്റുകൾ തിരുത്തിയിരുന്നു. അവരുടെ സ്നേഹബന്ധം എന്ന് പറയുന്നത് എല്ലാ വിഷയത്തിലും ഉണ്ടായിരുന്നു. എല്ലാ വിഷയത്തിലും അവർ ആ സാഹോദര്യത്തിനെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അവരെന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ആരുടെയെങ്കിലും അടുക്കലുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ, അത് തെറ്റുകൾ തിരുത്തുവാനുള്ള ശ്രമം അവർ നടത്താറുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വായിച്ചാൽ കാണാൻ സാധിക്കും. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരനായി നിശ്ചയിച്ചു കൊടുത്ത ആളാണ്. അദ്ദേഹം അബൂ ദർദാഇന്റെ വീട്ടിലേക്ക് ചെന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ അലക്ഷ്യമായി എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നപ്പോൾ ചോദിച്ചു സൽമാൻ അൽ ഫാരിസി, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? അവർ പറഞ്ഞു, അബൂ ദർദാഇന് ദുനിയാവിനോടൊന്നും ഒരു താല്പര്യവുമില്ല. അബൂ ദർദാഇന് എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ ദുനിയാവിന്റെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ഒരു താല്പര്യവുമില്ല. അദ്ദേഹം പരലോകത്തെക്കുറിച്ച് ആരാധനകളിൽ മാത്രമാണ് കഴിഞ്ഞുകൂടുന്ന മറുപടി കിട്ടിയപ്പോൾ സൽമാൻ അൽ ഫാരിസി അദ്ദേഹത്തിന്റെ കൂടെ ഒരു ദിവസം ചെലവഴിക്കുന്നുണ്ട്. അബൂ ദർദാഇന്റെ കൂടെ വീട്ടിലേക്ക് അദ്ദേഹം അതിഥിയായി ചെന്ന സന്ദർഭത്തിൽ അബൂ ദർദാ ഭക്ഷണം കൊണ്ടുവച്ച് കൊടുത്തിട്ട് സൽമാൻ അൽ ഫാരിസിയോട് പറഞ്ഞു, താങ്കൾ ഭക്ഷണം കഴിക്കുക, എനിക്ക് നോമ്പാണുള്ളത്. സൽമാൻ അൽ ഫാരിസി പറഞ്ഞു, പറ്റൂല, നിങ്ങളും കൂടെ ഭക്ഷണം കഴിക്കണം. അങ്ങനെ അബൂ ദർദാ അദ്ദേഹത്തിന്റെ കൂടെ ഭക്ഷണം കഴിച്ചു. പിന്നീട് രാത്രിയായപ്പോൾ അദ്ദേഹം കടന്നുറങ്ങാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ സൽമാൻ അൽ ഫാരിസിയോട് പറഞ്ഞു, താങ്കൾ പോയി കിടന്നുറങ്ങുക, എനിക്ക് നിസ്കരിക്കണം. അപ്പോൾ സൽമാൻ അൽ ഫാരിസി പറഞ്ഞു, പറ്റൂല, താങ്കൾ കിടന്നുറങ്ങണം. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം അബൂ ദർദാ എണീറ്റ് നമസ്കരിക്കുവാൻ വേണ്ടി എണീറ്റപ്പോഴും വീണ്ടും സൽമാൻ അൽ ഫാരിസി പറഞ്ഞു, പോയി കിടന്നുറങ്ങണം. അങ്ങനെ രാത്രിയുടെ അവസാന സന്ദർഭത്തിലെത്തിയപ്പോ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞു, ഖുമിൽ ആൻ ഫഖാമ ഫസല്ലയാം, അങ്ങനെ എണീറ്റ് നിസ്കരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. നിനക്ക് നിന്റെ ശരീരത്തിനോട് ബാധ്യതകളുണ്ട്, നിന്റെ കുടുംബത്തിനോട് ബാധ്യതയുണ്ട്, അതേപോലെ നിന്റെ കണ്ണുകളോട് നിനക്ക് ബാധ്യതയുണ്ട്, നിന്റെ അതിഥികളോട് നിനക്ക് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അബൂ ദർദാഇനെ തിരുത്തി കൊടുക്കുന്ന രംഗമുണ്ട് നമുക്ക് കാണാൻ സാധ്യമാകും. പ്രിയമുള്ളവരെ, നമ്മളിന്നൊരു ഒരാളെ തിരുത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്.
ആരുടെയെങ്കിലും ഒരു തെറ്റോ ആരുടെയെങ്കിലും ജീവിതത്തിലെ ഒരു അബദ്ധമോ പറഞ്ഞു കൊടുത്തവരോടുള്ള വിദ്വേഷവുമായി നടക്കുന്ന കാലമാണ്. പിന്നെ ഓരോ കണ്ട ദേശീയ എന്താ കാരണം? ഒന്നുമില്ല, എൻ്റെ അടുത്തുള്ളൊരു തെറ്റോ പറഞ്ഞു നിൽക്കണല്ലോ, അത് പറ്റില്ല. എൻ്റെ തെറ്റ് പറയാൻ ആരാണ്? എൻ്റെ തെറ്റ് പറയാൻ എന്നേക്കാളും വിവരമുള്ളവനാണ് അവൻ, എൻ്റെ അറിവിനെ മറികടക്കുന്നവനാണ് അവൻ എന്നുള്ള കിബറിന്റെ ചിന്തകൾ ഹൃദയത്തിൽ നിന്നും പൊന്തി വന്നുകൊണ്ട് ഞാനാണ് വലിയവൻ എന്നുള്ള ധാരണയിൽ ഒരു തെറ്റുകളെപ്പോലും തിരുത്തുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രൂപത്തിലാണ് പല ആളുകളും ഉള്ളത്. അതെല്ലാം തിരുത്തപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ അവരുടെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും, അവർ പരസ്പരം അങ്ങേയറ്റം സ്നേഹമുള്ളവരായിരുന്നു. മാത്രമല്ല അവർക്ക് തങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് വേവലാതിയായിരുന്നു. ഏതിന്റെ വിഷയത്തിൽ? പരലോകവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ. കഅബയെ ഖിബലയായി നിശ്ചയിച്ചുകൊണ്ട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള അള്ളാഹുവിന്റെ ആയത്ത് വന്നപ്പോ, അള്ളാഹുവിന്റെ നിർദ്ദേശം വന്നപ്പോ സ്വഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് കൈഫ ഇഖ്വാനുന അല്ലദീന മാതു വഹും യസല്ലൂന ഇലാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചിരിക്കുന്ന ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ അവസ്ഥ എന്താണെന്നുള്ള വേവലാതി അവർക്കുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് പ്രവാചകൻ ഇറങ്ങിക്കൊണ്ടാണ്. വമാ കാന അല്ലാഹു ലിയുളൈഅ ഈമാനുക്കും, അവരുടെ ഈമാൻ, അവരുടെ വിശ്വാസത്തിനെ പായാക്കി കളയാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. ഇന്നല്ലാഹ ബിന്നാസി ലറഊഫും റഹീം, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം കരുണയുള്ളവനും ദയാലുവുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. ഇതേ രൂപത്തിലുള്ള സഹോദര്യം നമുക്ക് പ്രവാചകന്റെ കാലഘട്ടത്തിലെ സ്വഹാബികളുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധ്യമാകും. അതേപോലെ ഉഹുദിന്റെ രണഭൂമിയിൽ ഷഹീദായവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു ഹദീസിൽ കാണാൻ പറ്റും, ഉഹുദിൽ ഷഹീദായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സൗഭാഗ്യങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. അവർക്ക് ലഭിക്കാൻ പോകുന്ന സുഖങ്ങളെക്കുറിച്ചും സൗകര്യങ്ങളെക്കുറിച്ചുമെല്ലാം അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറയുന്ന ഒരു രംഗമുണ്ട്, അള്ളാഹുവേ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്വർഗീയമായ സുഖങ്ങൾ ഞങ്ങൾ സഹോദരങ്ങളെ ആരറിയിക്കും? ഒരു നന്മ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ആ സുഖത്തിനെ തങ്ങളുടെ സഹോദരങ്ങൾക്ക് ലഭ്യമാകണം എന്നുള്ള ചിന്തയായിരുന്നു അവരതിനെ പ്രേരിപ്പിച്ചത്. അതിനും ആയത്തിലൂടെയാണ് അള്ളാഹു മറുപടി കൊടുക്കുന്നത്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ, നിങ്ങൾ സഹോദരന്മാർ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ നിങ്ങൾ മരണപ്പെട്ടവർ എന്ന് പറയരുത്. ബൽ അഹ്യാഉ മിൻ റബ്ബിഹിം യുർസഖൂൻ എന്നുള്ള വാചകം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധ്യമാകും. ഇവിടെ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നമ്മൾക്കിടയിലുള്ള വിശ്വാസികൾക്കിടയിലുള്ള സാഹോദര്യം എന്ന് പറയുന്നത് അത് വളരെയേറെ ഗൗരവകരമായ ഒരു വിഷയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സാഹോദര്യത്തെ നിലനിർത്തുവാൻ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമതായിക്കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, തനിക്ക് ഇഷ്ടമുള്ളത് തൻ്റെ സഹോദരനും ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. തനിക്ക് നല്ലൊരു വീടുണ്ട് എങ്കിൽ, തനിക്ക് വേറെ നല്ലൊരു സൗകര്യമുണ്ട് എങ്കിൽ, നല്ലൊരു ജോലിയുണ്ട് എങ്കിൽ, അതില്ലാത്ത നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പരിഗണിക്കണം അവരെ. നമുക്ക് സാധ്യമാകുന്നുണ്ട് എങ്കിൽ ഏക്കർ കണക്കിന് ഭൂമികൾ എവിടെയാണെന്നുള്ളത് പോലും അറിയാത്തവരുണ്ടായിട്ട് പോലും നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഒരേ സ്വഫിൽ നിന്ന് നമസ്കരിക്കുന്നവരിൽ ദുർബലരുണ്ട് എങ്കിൽ, പ്രയാസപ്പെടുന്നവരുണ്ട് എങ്കിൽ അവർക്കൊരു ആശ്വാസമാകാൻ എൻ്റെ സമ്പത്ത് കൊണ്ട് സാധ്യമാകണം. അതാണ് ഇഖ്വത്ത് എന്ന് പറയുന്നത്, അതാണ് സഹോദര്യം എന്ന് പറയുന്നത്, അതാണ് വിശ്വാസികൾ തമ്മിൽ ഉണ്ടാക്കേണ്ട ബന്ധം എന്ന് പറയുന്നത്. ഇത് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ വാചകമാണ്. അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാചകമാണ്. അതേപോലെ തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പലപ്പോഴും അവരുടെ മരണവാർത്ത കേൾക്കുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അതല്ലെങ്കിൽ രോഗം വരുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതല്ല, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ കൂടെ സ്വഫിൽ നമ്മൾ നമസ്കരിക്കുന്നവരുടെ, നമ്മുടെ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അയൽപക്കത്തുള്ളവരിലെ എല്ലാം ഇഖ്വാനുകൾക്ക് വേണ്ടി നമ്മൾ എന്താവണം? നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. അത് നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട്, ദഅവത്തുൽ മർഇൽ മുസ്ലിം ലിഅഖി ബിളഖ്രിൽ ഗൈബി മുസ്തജാബത്തുൻ. ഒരു മുസ്ലിം തന്റെ സഹോദരനായ മുസ്ലിമിന് വേണ്ടി അവന്റെ അഭാവത്തിൽ നടത്തുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ്. അതുമാത്രമല്ല, നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോൾ
ആ സമയത്ത് അവിടെ നമ്മുടെ കൂടെയുള്ള മലക്ക് ആമീൻ പറയും, ആ പ്രാർത്ഥന സ്വീകരിക്കണമെന്ന് പറയുന്നതോടൊപ്പം വലകം ബിമിസ്ലി, ഇതേപോലെ ഞാൻ എന്താണോ എൻ്റെ സുഹൃത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത്, അവൻ്റെ നന്മക്കു വേണ്ടി, അവൻ്റെ ആരോഗ്യത്തിനു വേണ്ടി, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവനാണ്, അവൻ്റെ പ്രയാസത്തെ ദൂരീകരിക്കാനാണെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്, ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനാണ് എങ്കിൽ അതേപോലെ നമ്മുടെ പ്രയാസങ്ങളെ പരിഹരിക്കുവാൻ അത് ആ പ്രാർത്ഥന കൊണ്ട് കാരണമാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മൂന്നാമതായി കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത് സലാം അധികരിപ്പിക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്ന വാചകം അറിയാത്തവർ ആരുമില്ല. ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ ആരും വിശ്വാസികളാകുന്നത് വരെ സ്വർഗത്തിലേക്ക് പ്രവേശനം സാധ്യമല്ല. വലാ തുഅ്മിനു ഹത്താ തഹാബു, നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ വിശ്വാസികളുമാവുകയില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. പരസ്പരം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ വിശ്വാസം അത് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. എന്നിട്ട് പറയുന്നുണ്ട്, അതിനൊരു മാർഗമായിട്ട് പഠിപ്പിച്ചത് അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമു തഹാബബ്തും അഫ്ശുസ് സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാകുവാൻ വേണ്ടിയുള്ള ഒരു മാർഗം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സലാം പറയാന്നുള്ളതാണ്. സലാം പറയുക എന്നുള്ളതാണ്. സലാം പറയുക എന്നുള്ളതിന് അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞിരിക്കുന്ന ചില മാനദണ്ഡങ്ങൾ മുസ്ലിം ആവുക എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലതും മാനദണ്ഡമായി മാറുന്നുണ്ട്. അവന്റെ തറവാട് മാനദണ്ഡമാകുന്നുണ്ട്, അവന്റെ സമ്പത്ത് മാനദണ്ഡമാകുന്നുണ്ട്, അവന്റെ നിറം മാനദണ്ഡമാകുന്നുണ്ട്, അവന്റെ അധികാരത്തിന്റെ വലുപ്പം മാനദണ്ഡമാകുന്നുണ്ട്. ചില ആളുകൾക്ക് സലാം പറയുന്നത് തന്നെ ഇഷ്ടമില്ല. തന്നെക്കാൾ താഴ്ന്ന ആൾക്കാർ സലാം പറയുന്നത് തന്നെ ഒന്നോ രണ്ടു പ്രാവശ്യം കൂടി സലാം പറഞ്ഞാൽ പിന്നെ ഓന് വെറുപ്പാണ്. എന്തിനെങ്ങനൊക്കെ സലാം പറയേണ്ട ആവശ്യം? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്കിടയിൽ ഇഷ്ടമുണ്ടാകാൻ, നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകാൻ നിങ്ങൾ സലാം എന്ന് പറയുന്നതിന് വ്യാപിപ്പിക്കണം. വെറുതെ അങ്ങ് ചിരിച്ചാ പോരാ, വെറുതെ കൈകൊണ്ട് കാണിച്ചാൽ പോരാ, സുഖങ്ങളും വിശേഷങ്ങളും ചോദിച്ചാൽ പോരാ, സലാം പറയണം, അത് അധികരിപ്പിക്കണം. അത് നിങ്ങൾക്ക് എത്ര അധികരിപ്പിക്കുവാൻ പറ്റുമോ പരമാവധി നിങ്ങൾ അധികരിപ്പിക്കണം. അതുകൊണ്ടുണ്ടാകുന്ന നന്മ എന്താണ്? നമ്മുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുമെന്നുള്ളതാണ്. അല്ലാതെ വേറെ ലാഭമൊന്നുമല്ല, അത് വേറെ വോട്ടിട്ടാൻ വേണ്ടിയിട്ടുള്ള ലാഭമൊന്നുമല്ലല്ലോ അത്. അതുകൊണ്ട് ആ വിഷയത്തെ നന്നായി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ നമ്മുടെ സഹോദര്യം നിലനിൽക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പരസ്പരം സഹായിക്കുക എന്നുള്ളത്. പരസ്പരം സഹായിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ പ്രയാസങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ നമുക്ക് സാധ്യമാകുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വിഷയത്തിൽ പ്രത്യേകം പരിഗണന കൊടുക്കേണ്ടതുണ്ട്. ചിലരൊക്കെ ചോദിക്കും, എന്തിനങ്ങനെ എല്ലാവരുടെ കാര്യത്തിലും ഇങ്ങനെ ഇടപെട്ടിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? എല്ലാവരുടെ രോഗവും മാറ്റാൻ, അല്ലെങ്കിൽ എല്ലാവരുടെയും രോഗത്തിന് പ്രശ്നം പരിഹരിക്കാൻ, വീടുണ്ടാക്കി കൊടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനങ്ങനെ എല്ലാത്തിനും ഇറങ്ങണമെന്ന ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വാചകമാണ്, മൻ നഫസൻ മുസ്ലിമിൻ കുർബതൻ മിൻ കുർബി ദുനിയാ, ആരെങ്കിലും ദുനിയാവിൽ തന്റെ സഹോദരന്റെ, ഒരു മുസ്ലിമായ സഹോദരന്റെ പ്രയാസത്തിന് നിങ്ങൾ ആശ്വാസം കൊടുത്തിട്ടുണ്ട് എങ്കിൽ നഫ്ഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബിൽ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ നമ്മുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമെന്നുള്ളതാണ്. അള്ളാഹു നീക്കിത്തരും. ദുനിയാവിൽ നമ്മൾ ആർക്കു വേണ്ടിയെങ്കിലും നമ്മൾ നന്മകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ അത് അള്ളാഹുവിന്റെ പ്രീതി മാത്രമായിരിക്കണം ആഗ്രഹിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഒരുപാട് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്. അതേപോലെ നമ്മുടെ സക്കാത്ത് സല്ലുകളും റിലീഫുകളും ഉണ്ട്. അതേപോലെ മഹല്ല് സംവിധാനങ്ങളുണ്ട്. ഇതിലെല്ലാം മറ്റുള്ളവരെ സഹായിക്കുക എന്ന ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ സഹായമല്ലാതെ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ആശ്വാസം തനിക്ക് ലഭിക്കണം എന്നുള്ള ആഗ്രഹമല്ലാതെ ദുനിയാവിൽ ഒരാഗ്രഹവും ഞാൻ കണ്ടാൽ എണീറ്റ് നിൽക്കണം, എന്നെ ബഹുമാനിക്കണം, എൻ്റെ വീട്ടിലേക്ക് മീൻ വാങ്ങിത്തരണം, എൻ്റെ വീട്ടിലേക്ക് ചായ കൊണ്ട് കൊടുക്കണം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ആഗ്രഹിക്കേണ്ടത് പരലോകം മാത്രമായിരിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉപകാരം ചെയ്യുക. അഞ്ചാമതായി പറയുന്നു, നമ്മൾ പരസ്പരം ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളത് വിശദീകരിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് കൃത്യമായി പറഞ്ഞു തന്നു, ലാ തഹാസദു വലാ തനാജസു വലാ തബാഗു വലാ തദാബറു വലാ യബഇ ബഅദുകും വലാ ബൈഇ ബഅദിൻ വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ പറഞ്ഞു, പരസ്പരം നിങ്ങൾ അസൂയ കാണിക്കാൻ പാടില്ല, പരസ്പരം വിലകയറ്റി പറയാൻ പാടില്ല, വിദ്വേഷം നിങ്ങൾ കാണിക്കാൻ പാടില്ല, പരസ്പരം അവഗണിക്കാൻ പാടില്ല. നിങ്ങൾ അള്ളാഹുവിന്റെ
സഹോദരങ്ങളായ അള്ളാഹുവിന്റെ അടിമകളാകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ലാ യളിമുഹു വലാ യഖ്ദുലുഹു വലാ യക്ദിബുഹു. കളവ് പറയാൻ പാടില്ല എന്നുള്ളതും ഒരാളെ ഒറ്റക്കാക്കാൻ പാടില്ല എന്നുള്ളതും അവനെ പുറന്തള്ളുക എന്നുള്ളതും ആക്രമിക്കുക എന്നുള്ളതും ഒന്നും അനുവദനീയമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉലമാക്കൾ വിശദീകരിച്ചുകൊണ്ട് കൃത്യമായി നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും മിനിമം ഉപദ്രവം ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ എന്തെങ്കിലും നന്മ ചെയ്താൽ പ്രശംസിക്കാൻ നമുക്ക് വല്ലാത്ത മടിയായിരിക്കും. കാരണം എന്താ, ഞാൻ പ്രശംസിച്ചിട്ട് ഓൻ വലുതായി പോയാലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രശംസിക്കണ്ട. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ദയവ് ചെയ്ത് അവന്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അപമാനിക്കാൻ ശ്രമിക്കരുത്. അത് നിർത്തണം. അവനാൻ ചെയ്യാൻ പറ്റണില്ല, ചെയ്യണ്ട, പ്രശ്നമില്ല. അവനാൻ വേറൊരാൾ അംഗീകരിക്കാൻ പറ്റണില്ല, പ്രശ്നമില്ല. പക്ഷേ മറ്റുള്ളവനെ അപമാനിക്കുവാനുള്ള ശ്രമം നടത്തരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതേപോലെ നൽകാൻ പറ്റിയില്ലെങ്കിലും തടുക്കരുത്. അല്ലേ, നൽകാൻ നമുക്ക് ചിലപ്പോൾ താല്പര്യം കൊടുക്കേണ്ട പ്രശ്നമല്ല. പക്ഷെ മറ്റുള്ളവർ സഹായിക്കാൻ പോകുമ്പോൾ എന്തിനാ ഓന് കൊടുക്കേണ്ട ആവശ്യം? ഓനാരാ, ഓനില്ലേ, അതില്ലേ, ഓൻ അങ്ങനല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ കടന്നു വരരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ വിഷയങ്ങളെ ഗൗരവമായി നമ്മൾ കാണുകയും മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നമ്മൾ സഹോദരങ്ങളായി ഒരുമിച്ച് ഐക്യത്തോടു കൂടി നിൽക്കേണ്ടവരാണെന്ന ബോധ്യമുണ്ടാവുകയും, ഏറ്റവും അടിസ്ഥാനം ഞാൻ ഒന്നാമത് പറഞ്ഞ വിഷയമാണ്, നമ്മൾക്ക് നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ട് എങ്കിൽ നിർബന്ധമായും നമ്മളിൽ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകണമെന്നുണ്ട് എങ്കിൽ നമ്മൾ ഇഖ്വാനുകളായിക്കൊണ്ട് സഹോദരന്മാരായിക്കൊണ്ട് മുമ്പോട്ട് പോകൽ അനിവാര്യതയുള്ള കാര്യമാണ്. പരസ്പരം വിദ്വേഷമില്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ നിലക്ക് പറയുക എന്നതിനപ്പുറത്ത് വ്യക്തിപരമായി വിദ്വേഷമായി നടക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഉണ്ടാവരുത്. കാരണം മരണമെന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾക്കുണ്ടാവുക എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ സ്വർഗത്തിലെ പ്രവേശനത്തിന് പോലും അത് തടസ്സമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മത കാണിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളതുപോലെ നമ്മളൊരു എല്ലാ മതങ്ങളും ഒരുമിച്ച് കൂടി ഉള്ള ഒരു നാട്ടിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു കാര്യത്തിലും ഏതൊരു കാലഘട്ടത്തിലും ഏതൊരവസ്ഥയിലാണെങ്കിലും നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രവാചകൻ്റെയും ഖുർആൻ്റെയും നിർദ്ദേശങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് ഇസ്ലാമിക വ്യക്തിത്വം കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാനമെന്ന് പറയുന്നത് തൗഹീദാണെന്ന് അറിയാത്തവരായി ആരുമില്ല. അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും അവനോട് മാത്രം സഹായം തേടുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. അടിസ്ഥാനപരമായി അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ വിശ്വാസമുണ്ട്. സൂറത്തുൽ ഇഖ്ലാസിലൂടെ അള്ളാഹു പറഞ്ഞു, ഖുൽ ഹുവ അല്ലാഹു അഹദ്, അള്ളാഹു ഒരുവനാണ്. അള്ളാഹു സമദ്, അള്ളാഹു നിരാശ്രയനാണ്, ആരുടെയും സഹായം ആവശ്യമില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മക്കളില്ല. എന്നാൽ അള്ളാഹുവിന് ദൈവത്തിന് മക്കളുണ്ട് എന്ന് പറയുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് അവരുടെ വിശ്വാസമാണ്. അതനുസരിച്ച് കൊണ്ട് അവർക്ക് അതുമായി മുന്നോട്ട് പോകാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിന് നേരെ വിപരീതമായ ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമാവുക എന്നുള്ളതും അതിനുവേണ്ടി നമ്മുടെ സമയവും പണവുമൊക്കെ ചിലവഴിക്കുന്നൊരവസ്ഥയുണ്ട് എങ്കിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് നമ്മൾ മറുപടി പറയണം. അത് മാത്രമല്ല, ഇത് ചെറിയ വിഷയമല്ല. അള്ളാഹുവിന് കുട്ടികൾ ഉണ്ട് എന്ന് പറയുന്ന വർത്തമാനത്തെ സൂറത്തുൽ മറിയമിൽ പറഞ്ഞത് ആ ആയത്ത് പറഞ്ഞ് മാത്രം ഞാൻ അവസാനിപ്പിക്കാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹു പറയുന്നുണ്ട്, ചില ആളുകൾ പറയുന്നുണ്ട് പരമകാരുണ്യകനായിട്ടുള്ള അള്ളവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദ, തീർച്ചയായും നിങ്ങൾ ഘോരമായ ഒരു കാര്യമാണ് പറയുന്നത്, ഏറ്റവും ഭയങ്കരമായ ഒരു അപരാധമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതുപോലെ ഏതുപോലെ ഭയാനകമാണെന്ന് അറിയാം നിങ്ങൾ. ആ ഒരു
വർത്തമാനം, ആ ഒരു അപരാധം എന്ന് പറയുന്നത്, ആ ഒരു അപരാധം കാരണം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും മലകൾ ഒന്നായിട്ട് തകർന്ന് തരിപ്പണമായി പോവുകയും ചെയ്യുന്ന രൂപത്തിൽ അത്രയും വലിയ ഒരു അപരാധമാണ് അള്ളാഹുവിന് കുട്ടിയുണ്ട് എന്ന് പറയുന്നത്, സട്ടാവിന് കുട്ടിയുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏറെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ വിശ്വാസത്തിന് നേർ വിപരീതമായ കാര്യമാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ആഘോഷങ്ങളുമായി ഒക്കെ ബന്ധപ്പെടുന്ന അതിനെ ആശംസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുബീഖ് അതിൻ്റെ ആശംസകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അയച്ചു കൊടുക്കുമ്പോൾ സൂറത്തുൽ മറിയമിലെ 88 മുതലുള്ള വായത്തുകൾ നിങ്ങളൊന്ന് വെറുതെ ഒന്ന് വായിച്ചതിന് ശേഷമായിരിക്കണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൃത്യമായി ദീനനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നാദാം അവർക്കെല്ലാം ആശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ പെട്ടുപോയ പല ആളുകളുമുണ്ട്. അങ്ങേയറ്റ പ്രയാസം അനുഭവിക്കുന്നവർ, അറിഞ്ഞും അറിയാതെയും ഒക്കെ അബദ്ധങ്ങളിൽ ചെന്നുപോയവരുണ്ട്. അള്ളാഹുവെ, അവർക്കെല്ലാം നീ ആശ്വാസവും അവർക്കെല്ലാം നീ സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, മരിക്കുന്നത് വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരണപ്പെടുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമായി എന്നതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് നീ ആശ്വാസവും സമാധാനവും നിർഭയത്വവും കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ അഫ്ൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على محمد وعلى اله واصحابه اجمعين.